നമസ്കാരം. ഇല്ലായ്മയുടെ ലോകത്തു നിന്നാണ് ചവറ വി പി നായരും ഭാര്യ വിജയലക്ഷ്മിയും 5 മക്കളുണ്ട്. അവർക്ക് 3 പെണ്ണും 2 ആണും. 5 മക്കളെയും കൂട്ടി ഭാഗ്യം തേടി കോടമ്പക്കത്തേക്ക് വണ്ടി കയറിയത്. അവരെ ഭാഗ്യം തുണച്ചു. സിനിമയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ എളുപ്പമായി. 7 പേർക്കും ചെറിയ ചെറിയ വേഷങ്ങൾ, അവസരങ്ങൾ കിട്ടി. 5 മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും 7 പേർക്കും അവസരങ്ങൾ കിട്ടി. മക്കൾ വലുതായപ്പോൾ മൂത്ത മകൾ കലാരഞ്ജിനിക്ക് തന്നെ ആദ്യം നായിക വേഷം കിട്ടി. നസീർ സാറിൻ്റെ നായിക വരെയായി കലച്ചേച്ചി. പിന്നെ കൽപ്പന, അരവിന്ദൻ്റെ പോക്കുവെയിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ നായികയായിട്ട് അവരും തുടക്കം കുറിച്ചു. തൊട്ടു പിന്നാലെ ഉർവശി, മുന്താണി മുടിച്ച് എന്ന ഭാഗ്യരാജിൻ്റെ എക്കാലത്തെ ഈ സൂപ്പർ ഹിറ്റായ സിനിമയിലെ നായികയായി തെന്നിന്ത്യയിൽ തന്നെ ശ്രദ്ധേയയായി വളർന്നു. ആ ഭാഗ്യം കാണാനാവാതെ ചവറ വി പി നായർ വിട പറഞ്ഞു. ഇതൊന്നും കാണാൻ പറ്റില്ല, മക്കളുടെ വളർച്ചയൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഒരു കണക്കിന് അദ്ദേഹം കിടക്കാതിരുന്നത് നന്നായി എന്ന് ഞാൻ പറയും. ഭാരത താരങ്ങളായിരുന്ന കമൽ റോയിയും പ്രിൻസ് എന്ന നന്ദുവും പതിയെ പതിയെ ശ്രദ്ധേയരായി. തൻ്റെ സിനിമയിലെ ടീനേജ് നായകനാക്കാം, തലമുടിയും വെട്ടി മീശയും എടുത്തു വരാൻ കമൽ റോയിക്ക് ഒരു ഓഫർ വന്നു. നായിക സിൽക്ക് സ്മിത. മീശ എടുക്കാൻ വയ്യാന്ന് കമൽ റോയ് ശാഠ്യം പിടിച്ചു. അങ്ങനെ കമൽ റോയുടെ അനിയൻ നന്ദു ആ ടീനേജ് നായകനായി. പടം സൂപ്പർ ഹിറ്റായി. ജനപ്രീതിയിലേക്ക് വരുന്ന സിൽക്ക് സ്മിതയുടെ തുട നക്കുന്ന വേഷമായിരുന്നു പാവം ഈ നന്ദുവിന് കിട്ടിയത്. ആ പടം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ലയനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ സിനിമ പുറത്തു വന്നപ്പോൾ നന്ദു എന്ന ടീനേജുകാരനെ വലിയ ഷോക്കായി. അവൻ വേണ്ടാത്ത വഴികളിലൂടെയൊക്കെ പോയി. ഒരു നാളവൻ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് പുറത്തു വന്നത്. 3 പെൺമക്കളുടെയും ദാമ്പത്യ ജീവിതം സുരഭിലമായിരുന്നില്ല, തകർന്നുപോയി എന്ന് തന്നെ പറയാം. കലാരഞ്ജിനി മകനോടൊപ്പം ജീവിതത്തിൽ അങ്ങ് ഒതുങ്ങി. ഇപ്പോൾ അമ്മയോടൊപ്പം മദ്രാസിൽ അവരും അവരുടെ മകനും അമ്മയോടൊപ്പം താമസിക്കുന്നു. ഒതുങ്ങിക്കൂടി എന്ന് തന്നെ പറയാം. കൽപ്പന അനിൽ ബാബുവിലെ അനിലിനെ കല്യാണം കഴിച്ചു. ഒരു മോളായി. അത് കഴിഞ്ഞപ്പോൾ എന്ത് കാരണമെന്ന് എനിക്ക് അനിലും നല്ല സുഹൃത്താണ്. കൽപ്പന എൻ്റെ സിനിമയിൽ വലിയ വേഷം ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. കലച്ചേച്ചിയോട് ചോദിച്ചാലും പറയും, പക്ഷേ ഞാൻ ചോദിക്കില്ല. ആ ബന്ധം ശിഥിലമായി. അധികം ആദി പിടിക്കാതെ ഒരു നാൾ കൽപ്പനയെ ഹൃദയം പറ്റിച്ചു യാത്രയാക്കി. ദക്ഷിണേന്ത്യൻ താരമായി ഉയർന്ന ഉർവശി ഒരു താരം തന്നെ കെട്ടും, അത് ഒരു ഗായകൻ തന്നെ കെട്ടും എന്നൊക്കെ വാർത്ത വന്നിരുന്നു. ഒരു വലിയ നായകനുമായിട്ട് അവർക്ക് തുടക്കകാലത്ത് പ്രണയമുണ്ടായിരുന്നു. ഒരു ഗായകനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കെട്ടു എന്നുള്ള വാർത്ത അക്കാലത്ത് വന്നിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ ഗായകനും പറ്റിച്ചു, അല്ലെങ്കിൽ ഗായകനും കെട്ടിയില്ല, നായകനും കെട്ടിയില്ല. പക്ഷേ അവർക്ക് ഗായകനും നായകനുമായ ഒരാളെ കല്യാണം കഴിക്കാനായി പ്രേമിച്ച്, മനോജ് കെ ജയൻ. ഒരു മോളായി. ബന്ധം എവിടെയോ വെച്ച് വേർപിരിഞ്ഞു പോയി. ഉർവശിയും മനോജും വേറെ ഓരോരുത്തരെ കല്യാണം കഴിച്ചു. 2 പേർക്കും ഓരോ ആൺകുട്ടികളും പറന്നു ഭംഗിയായിട്ട് ജീവിക്കുന്നു. കമൽ റോയി എന്ന് ഓർത്താൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ യുവജനോത്സവത്തിലെ ആമുഖം കണ്ട നാളെന്നുള്ള പാട്ട് ഓർമ്മ വരും എനിക്ക്. കുറേ സിനിമകളിൽ പ്രായപൂർത്തിയായ ശേഷവും കമൽ റോയ് അഭിനയിച്ചു. കമൽ റോയ് തന്നെ പറയുന്നത് എല്ലാം കമ്പിപ്പടങ്ങളായിരുന്നു എന്നാണ്. അയ്യോ, അയാളുടെ സംസാരിച്ചല്ലേ, അയാൾക്ക് ഒരു മടിയില്ല, എന്ത് തുറന്നു പറയാനും അയാൾക്ക് യാതൊരു മടിയില്ല. ഇതിനിടയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന നിർമ്മലിൻ്റെ മകൾ രേഖാ നിർമ്മലിനെ ഭാര്യയായി കെട്ടി. ഒരു രാത്രി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ആരോ എന്തിനോ കമൽ റോയിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി. മൃതപ്രായനായ കമൽ റോയിയെ മദ്രാസിലെത്തിച്ച് ജീവൻ വീണ്ടെടുത്തു. ലക്ഷങ്ങൾ ചെലവിട്ട് വീണ്ടെടുത്തു സഹോദരിമാർ. ജീവച്ചവ പോലെയായ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അകാല വാർദ്ധക്യത്തിലേക്ക് കടന്നു. തലയുടെ നടുക്കാണെങ്കിൽ ഇവിടെ പുറകുവശത്ത് ഇവിടെ ആയിട്ട് ഒരു വലിയ പേരയ്ക്കൊക്കെ അതിനകത്ത് വെച്ചാൽ അറിയില്ല, അത്രയും വലിയ ഒരു കുഴിയുമായിട്ട് അയാൾ ജീവിച്ചു. നരച്ച കമൽ പരിചിതർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമായിരുന്നില്ല. പെട്ടെന്ന് നരച്ചു പോയാളോ. എനിക്കൊന്ന് ഈ ആക്സിഡൻറ്റ്, ഈ അടി കിട്ടിയതിന് ശേഷമായിരിക്കാം. ഒരു പെണ്ണിനെ കൂടെ കിട്ടി, ഒരു മോനുമായി.
തൃശ്ശൂരിൽ എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുകയായിരുന്നു. 54-ാമത്തെ വയസ്സിൽ അമ്മയുടെ അടുത്ത് പോയി, മദ്രാസിൽ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് കമൽ റോയിയെ മരണം ഹൃദ്രോഗത്തിൻ്റെ, കൽപ്പനയെ കൊണ്ടുപോയതുപോലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ രൂപത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഈ പത്രങ്ങളൊക്കെ, ഞാൻ ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്ന ആളാണ്. ആ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ രണ്ടാമത് കിട്ടിയ ഭാര്യയെക്കുറിച്ചോ അതിലൊരു ആൺകുട്ടി ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും ഒരു വാർത്തയിലും ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി. ഇതൊക്കെ കാണാൻ പാവം വിജയലക്ഷ്മി അമ്മ ഇപ്പോഴും വീട്ടിലിരിക്കുന്നു. കൽപ്പന പോയത് കണ്ടു, നന്ദു പോയത് കണ്ടു, ഇപ്പോൾ കമൽ റോയ് പോയതും കണ്ടു. പാവം. അടുത്ത കഥ. ഓരോ ധാന്യമണിയിലും ഇതാര് കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാവുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതാര് ഭക്ഷിക്കണം, ഈ അരി ആര് ഭക്ഷിക്കണം എന്ന് ഓരോ ധാന്യമണിയിലും എഴുതിയിരിക്കുമെന്നാണ് പറയുന്നത്. അന്ന് സിനിമ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ സിനിമയെ പറ്റിയും അതിൽ പറഞ്ഞേനെ. നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞതാണ്. പി എൻ മേനോൻ്റെ റോസി എന്ന സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്ന പാട്ടിൻ്റെ കഥ. ജോബ് മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ കെ പി ഉദയഭാനുവാണ് പാടേണ്ടിയിരുന്നത്. അസുഖമടക്കം എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നപ്പോൾ 4 പ്രാവശ്യമോ എന്തോ റെക്കോർഡിങ് മാറ്റിവെക്കേണ്ടി വന്നു. അവസാനം തുടക്കക്കാരനായ യേശുദാസിനെ കൊണ്ട് പാടിക്കാമെന്ന് ഉറപ്പിച്ചു. പക്ഷേ യേശുദാസ് പറഞ്ഞു, ഞാൻ പാടില്ല, ഉദയഭാനു ചേട്ടൻ പാടേണ്ട പാട്ട് ഞാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. അതിൽ ഉറച്ചു നിന്നു അദ്ദേഹം. ഒടുവിൽ സാക്ഷാൽ ഉദയഭാനു തന്നെ യേശുദാസിനെ വിളിച്ച് പറഞ്ഞ ശേഷമാണ്, ദാസപ്പ ആ പാട്ടൊന്ന് പാടിക്കൊടുക്ക്, എനിക്കെന്തായാലും വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം എന്നുള്ള പാട്ട് ദാസേട്ടൻ പാടിയത്. അത് ദാസേട്ടൻ്റെ നല്ല പാട്ടുകളിൽ, ഇപ്പോൾ ഒരു 25 യേശുദാസിൻ്റെ നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്താൽ അതിൽ അല്ലിയാമ്പൽ ഉണ്ടാവും. 10 പാട്ട് തിരഞ്ഞെടുത്താലും ഞാൻ അല്ലിയാമ്പലിൻ്റെ പേര് അതിലെഴുതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ദൈവം കുറിച്ചതാകാം ഈ പാട്ട് ദാസപ്പൻ തന്നെ പാടട്ടെ. അതുപോലെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ സുഹൃത്തായ രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമയുടെ വിജയത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. മഹാവിജയമായിരുന്നു, കോടികളുടെ വിജയമായിരുന്നു. അത് തുടരും സംവിധാനം ചെയ്ത തരുൺമൂർത്തി അടുത്ത് സംവിധാനം ചെയ്യേണ്ടത് ഫഹദ് ഫാസിൽ നായകനാകുന്ന സിനിമയായിരുന്നു. എന്തോ കാരണത്താൽ ഫഹദ് ആ സിനിമ മേയിലേക്ക് മാറ്റി. അയാൾക്ക് ഇപ്പോൾ ചെയ്യുന്ന പടങ്ങളുടെ വിചാരിച്ച പോലെ തീരാത്തുണ്ടായിരിക്കാം, മേയിലേക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി. അങ്ങനെ തരുൺമൂർത്തി ഫ്രീ ആയി. മോഹൻലാലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേര് L366 L366 എന്നാണ്. ഒരു പോലീസ് കഥയാണ്, എന്തോ ഒരു ക്രൈം കഥയാണ്. കാര്യത്തോടടുത്തപ്പോൾ എന്തുകൊണ്ടോ മോഹൻലാലിന് സംവിധായകനിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അത്രയും ഡിഫറൻ്റായിട്ടായിരിക്കും സംവിധായകൻ പെരുമാറിയത്. പ്രോജക്റ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചു. ആലോചനയായി ഇനി എന്ത് ചെയ്യാമെന്ന്. മോഹൻലാലിൻ്റെ ഡേറ്റ് വെറുതെ ആയില്ലേ. അപ്പോഴാണ് അറിയുന്നത് തരുൺമൂർത്തി ഫ്രീ ആയ വാർത്ത. ഫഹദ് ഫാസിൽ ഡേറ്റ് മാറ്റിയ കാരണം തരുൺമൂർത്തി ഫ്രീ ആണ് എന്നുള്ള വാർത്ത അറിയും. തരുണിനെ ക്ഷണിക്കുന്നു. തിരക്കഥ എഴുതിയ രതീഷ് രവി തിരക്കഥ വായിക്കുന്നു. തരുൺമൂർത്തി ഓക്കെ പറയുന്നു. നിർത്തിവെക്കാം എന്ന് തീരുമാനിച്ച സിനിമ തൊടുപുഴയിൽ ആരംഭിക്കുന്നു. മോഹൻലാൽ തന്നെ തുടക്കമിട്ടു. മോഹൻലാൽ നായകനായി. മുമ്പൊരിക്കൽ രാജീവ് നാഥ് സ്വർണ്ണചാമരം എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്താണ്. ശിവാജി ഗണേശൻ അടക്കമുള്ള സ്വർണ്ണചാമരം. വലിയ ആഘോഷത്തോടെയാണ് ശിവാജി ഗണേശനെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. രാത്രി ശിവാജി ഗണേശന് വേണ്ടി നേരത്തെ ഷൂട്ട് നിർത്തിയിട്ട് കഥകളി നടത്തുക, സംഗീത കച്ചേരി നടത്തുക, ഇങ്ങനെ ഭയങ്കര കാശ് മുടക്കിയാണ് ആ പടം തുടങ്ങിയത്. VBK മേനോനായിരുന്നു നിർമ്മാതാവ്. അങ്ങനെ തിരുവനന്തപുരത്ത് ചിത്രീകരണം തുടങ്ങിയ ശേഷം എവിടെയോ വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ശിവാജി ഗണേശനാണോ മോഹൻലാലിനാണോ എന്ന് എനിക്കറിയില്ല, അല്ല ഇനി നിർമ്മാതാവിനാണോ എന്ന് എനിക്കറിയില്ല, ഈ സ്വർണ്ണച്ചാമരം മുമ്പോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് തോന്നി പാക്കപ്പ് പറഞ്ഞു. പകരം രാജീവ് നാഥിന് പകരം
പ്രതാപോത്തം വന്നു. യാത്രാമൊഴി എന്നാവുന്നു പുതിയ സിനിമയുടെ പേര്. ചിത്രം തീർത്ത് തിയേറ്ററുകളിൽ എത്തിക്കുന്നു, വലിയ വിജയമാവുകയും ചെയ്തു. അതുപോലെ സംവിധായകൻ മാറി തരുൺ മൂർത്തി എത്തിയിരിക്കുകയാണ് തൊടുപുഴയിൽ. വേറൊരു തുടരും ആകട്ടെ എന്ന് ആശംസിക്കാം.